أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്ജമായ ജീവിതത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഒരു ബലി പെരുന്നാളിനുകൂടി പരിസമാപ്തി. പുണ്യഭൂമിയിൽ ലക്ഷക്കണക്കിന് ഹാജിമാരുടെ ജീവിത സാഫല്യത്തിന്റെ അനർഘ നിമിഷങ്ങൾ. ബലി നൽകിയും പ്രാർത്ഥനകൾ നടത്തിയും തക്ബീർ ധ്വനികൾ മുഴക്കിയും ലോക മുസ്ലിങ്ങളും ഈ സുദിനത്തിന്റെ പരിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്നു. കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ഒരേ ദിനമാണ് ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ഖത്തറിലെ മസ്ജിദുകളിൽ രാവിലെ 6 മണിക്കു തന്നെ പെരുന്നാൾ നിസ്കാരം ആരംഭിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് ഖത്തറിലെ വിവിധ മലയാളി സംഘടനകൾ ഈദ് സംഗമങ്ങളും പ്രത്യേക കൂട്ടായ്മകളും സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ KMCC സംഘടിപ്പിച്ച ഈദ് സംഗമം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സൗഹാർദ്ദവും സാംസ്കാരിക പൈതൃകവും കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും ജാഗരൂകരായിരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന ഫലമായി കേരളത്തിൽ നിലനിൽക്കുന്ന പരസ്പര വിശ്വാസ്യതയും സമാധാനവും തകർക്കുന്നതിനു വേണ്ടി ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്ന അപശബ്ദങ്ങൾ ഉത്ബുദ്ധരായ കേരള ജനത തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. പുത്തലത്ത് അഹമ്മദ്, ജഫർ തയ്യിൽ, ഇസ്മായിൽ ഹുദവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹിജാസിന്റെ മക്കയുടെ ചുറ്റുഭാഗത്തും അന്ന് ജനവാസമില്ല. മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും ആളുകളെ അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ജനവാസ യോഗ്യമാക്കി. ഇത്രമാത്രം വലിയ ജീവിതവും ദർശനവുമാണ് ഒരു ചെറിയ ജീവിതം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് കാണിച്ചു തന്നത്. അതിനെ മനസ്സിലാക്കാൻ, കാലികമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ, നമ്മുടെയൊക്കെ ജീവിതത്തിന് എങ്ങനെയൊക്കെ അതിനെ പ്രാവർത്തികമാക്കാൻ ഏവർക്കും സ്നേഹവും നന്മയും നിറഞ്ഞ 1000 ഈദ് ആശംസകൾ. ദോഹയിൽ നിന്നും നാട്ടുവിശേഷത്തിനു വേണ്ടി PK റാഷിദ്, കുമ്മങ്കോട്ട്.